ചേരയാണെന്ന് പറഞ്ഞാലും കൊണ്ടുപോകണം പറയും. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സംഭവം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ പുറകെ വരുമോ? പേടിയൊന്നുമില്ല, ചടിക്കും ചേരയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നെട്ടിശ്ശേരിയിലാണ്. നെട്ടിശ്ശേരിയിൽ ഇവിടെ ഒരു വീടിൻ്റെ പുറകിലാണ്. ഞാനിവിടെ മുന്നും വന്നിട്ടുണ്ട്, മുറുക്കൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു പാമ്പാണെന്ന് പറഞ്ഞു. സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു ഫിഷ് ടാങ്ക്, പഴയ ഫിഷ് ടാങ്കും കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചേരയാണ്. അപ്പോൾ പലർക്കും ചേരേനെ സംഭവം പാമ്പ് ഇത്തിരി എന്താ പറയുക അഗ്രസീവ്നെസ് കാണിക്കും, പക്ഷേ വിഷമില്ലാത്തൊരു പാവം എന്താ പറയുക ഒരു പാമ്പ് പിടിച്ച പാമ്പാണ്. അത്യാവശ്യം ഈ ഒരു ഏരിയയിലുള്ള എലികളും കാര്യങ്ങളൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു പാമ്പാണ്, ഈ ഒരു ഉണക്കിൽ. അപ്പോൾ സംഭവം പലരും പറയും എന്താ പറയുക, ഇപ്പോൾ വീട്ടിലെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പാമ്പുകളെ കണ്ടാലും അവർക്ക് പാനിക്കാണ്. അപ്പോൾ അവർ ചേരയാണെന്ന് പറഞ്ഞാലും കൊണ്ടുപോകണം പറയും. അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സംഭവം ചേര നമ്മുടെ ചുറ്റുപാടുകളുള്ളത് ഒരു തരത്തിൽ നല്ലതാണ്. ഒന്ന്, ഈ പറയുന്ന റോഡൻറ്റ് അല്ലെങ്കിൽ എലികൾ പോലെയുള്ള ക്ഷുദ്രജീവികളെ കൺട്രോൾ ചെയ്യുന്നു. അതുമാത്രമല്ല മറ്റ് പാമ്പുകൾ, ഇപ്പോൾ വിഷമുള്ള മൂർഖനോ അല്ലെങ്കിൽ അണലിയോ ഒക്കെ പോലുള്ള പാമ്പുകളെ നമ്മുടെ വീടിൻ്റെ സമീപത്തേക്ക് വരാതിരിക്കാനായിട്ട് ഒരു സാധ്യതയും കൂടെ ഈ ഒരു കാര്യത്തിലുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. എലികളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചേരനോടൊന്ന് പിടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പാടത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം വേക്കൻ്റ് ആവും. സ്വാഭാവികമായിട്ട് ഇവിടെ എലികളുടെ സാന്നിധ്യം ഉണ്ടാവും. ഈ എലികളെ പിടിക്കാനായിട്ട് എന്തായാലും വേറൊരു പാമ്പിന് ഇങ്ങോട്ട് വന്നേ പറ്റൂ. അപ്പോൾ അത് ചിലപ്പോൾ ചേര തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അടുത്തൊരു പാമ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൂർഖനോ അണലിയാവും. അപ്പോൾ ആ ഒരു ത്രെട്ടൺ ആണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ അധികം മുഷിപ്പിക്കുന്നില്ല. ചേരയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും ഈ ഒരു ഏരിയയിലായതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് തൊട്ടപ്പുറത്ത് പറമ്പുണ്ട്, ഒഴിഞ്ഞെടുക്കുന്ന പറമ്പുണ്ട്. അപ്പോൾ അതിലേക്ക് റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. കുറേ കാലങ്ങളായിട്ടുള്ള ചേരയൊന്നുണ്ട് ഇവിടെ, നല്ല വലിപ്പമുണ്ട്. എന്തോ ഒരു എലിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ പാമ്പിന്റെ പ്രശ്നം, എവിടെയെങ്കിലും ഉടക്കി ഞാൻ ഉടക്കും. തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് വിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ പോയിട്ട് തൽക്കാലം എവിടെയില്ല ആ ചായലിൽ അല്ലെങ്കിൽ ആ പുത്തിലൊക്കെ എവിടെയും പോയി വിളിച്ചോളൂ. അപ്പോൾ അപ്പുറത്ത് കോളാണ്, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് തന്നെ നമ്മൾ വിട്ടിട്ടുണ്ട്. എന്തോ എലീനൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എവിടെയോ എലീനെ പിടിച്ച് അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എന്നാലും ചെറിയ വീഡിയോ ഞാൻ അവിടെ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വിറ്റ്സ് മീ ജോജു സൈനിങ്.